നമുക്ക് നേരെ ഉത്തരാഖണ്ഡിലേക്ക് പോകാം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് മേഘവിസ്ഫോടനം നടന്ന് ഇവിടെ വലിയ ദുരന്തമുണ്ടായത്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് വീണ്ടും മഴ ശക്തമായതോടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തിരിച്ചടി നേരിട്ടു. അതേസമയം വായുസേനയുടെ ചിനോക്ക് ഹെലികോപ്റ്ററിൽ ഇന്നലെ മാത്രം 123 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും കഴിഞ്ഞു. ഗംഗോത്രി ഉത്തരകാശി ദേശീയപാതയിൽ 13 ഇടങ്ങളിലാണ് ഇന്നലെ രാത്രി മണ്ണിടിച്ചിൽ ഉണ്ടായത്. കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയെടുത്ത് സൈന്യത്തിൻ്റെയും നേതൃത്വത്തിൽ ബെയ്ലി പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു ഉത്തരാഖണ്ഡിൽ നിന്ന്. നന്ദഗോപൻ, കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ വലിയ പ്രകൃതിക്ഷോഭം, അതുമായി ബന്ധപ്പെട്ട നിരവധി ഇടങ്ങളിൽ മണ്ണ് ഇടിയുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ ടീം തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നതിന് മണ്ണിടിച്ചിൽ വലിയ തടസ്സമായി. എല്ലാ റോഡുകളും സമാനമായ അവസ്ഥയിൽ മലനിരകളിൽ നിന്നും ചെങ്കുത്തായി കിടക്കുന്ന പ്രദേശമാണ്. അവിടെ മണ്ണിടിഞ്ഞ് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു. അതുമാത്രമല്ല, ഈ പുഴയിൽ ക്രമാതീതമായി ജലമുയർന്ന നിരവധി പ്രദേശങ്ങൾ ഒലിച്ചു പോകുന്ന സാഹചര്യം, നിരവധി കെട്ടിടങ്ങൾ തകരുന്ന സാഹചര്യം. ഇപ്പോൾ അവിടെ വീണ്ടും മണ്ണിടിച്ചിൽ ഇന്നലെ രാത്രി ഉണ്ടായി. അതുമാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബെയ്ലി പാല നിർമ്മാണവും പുരോഗമിക്കുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. ധരാലി ഉണ്ടായ കനത്ത ഈ ഒരു വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ ഫ്ലഡിൽ അത് വലിയ ദുരന്തം വിതച്ച ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നു. പ്രധാനമായും NDRFിൻ്റെയും അതേപോലെ തന്നെ സൈന്യത്തിൻ്റെയും SDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിലാണ് 4 ഏജൻസികൾ സംയുക്തമായാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. ഔദ്യോഗികമായി ഇപ്പോഴും 50 പേരെ കാണാനില്ല എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ മരണങ്ങൾ ഇതുവരെയായിട്ടും 5 മരണങ്ങൾ മാത്രമാണ് സ്ഥിരീകരിച്ചത്. റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം ഇതുവരെയായിട്ടും സാധ്യമായിട്ടില്ല. ഈ ഉത്തരകാശി അതേപോലെ തന്നെ ഗംഗോത്രി ദേശീയപാതയിൽ 13 ഇടങ്ങളിൽ ഇന്നലെ രാത്രി മണ്ണിടിഞ്ഞിരുന്നു. ഇന്നലെ അതിശക്തമായ മഴ ഈ ഉത്തരാഖണ്ഡിൻ്റെ പല മേഖലകളിലും പെയ്തു. അത് രക്ഷാപ്രവർത്തനത്തെയും പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡ് അല്പം മുമ്പാണ് JCB ഉപയോഗിച്ച് ഇവിടെ വീണ ഈ വലിയ പാറക്കഷ്ണങ്ങൾ. ആ വലിയ പാറക്കഷ്ണങ്ങൾ ഒരുപക്ഷേ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ പാറക്കഷ്ണങ്ങൾ മാറ്റി, നിരവധി പാറക്കഷ്ണങ്ങളായിരുന്നു. ഇതിപ്പോൾ സൈഡിലേക്ക് JCB ഉപയോഗിച്ചുകൊണ്ട് മാറ്റി ഇപ്പോൾ താൽക്കാലികമായി വീണ്ടും ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. അതേസമയം ഏത് നിമിഷവും ഇത്തരത്തിൽ പാറകൾ മേളിയിൽ നിന്നും വന്ന് വീണ് അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ 13 ഇടങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇതിപ്പോൾ 6ാമത്തെ സ്ഥലമാണ്. ഇതേപോലെ തന്നെ മുന്നോട്ട് പലയിടങ്ങളിലായി മണ്ണിടിഞ്ഞിട്ടുണ്ട്. മുന്നോട്ടേക്കുള്ള യാത്ര വളരെ ദുഷ്കരമാണ്. അതേപോലെ തന്നെ ഈ ധരാലിയിൽ പ്രധാനമായും അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ ഇന്നലെ പെയ്ത അതിശക്തമായ മഴ കാര്യമായി പ്രതികൂലമായി തന്നെ ബാധിച്ചു. അവിടെ ഇന്നലെ വൈദ്യുതി അടക്കം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതികൂല കാലാവസ്ഥ അതിന് തിരിച്ചടിയായെന്നുള്ളതാണ്. മാത്രമല്ല, ഹെലികോപ്റ്റർ മാർഗം രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇന്നലെ പകൽ സമയം. ഇന്നലെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഹെലികോപ്റ്ററുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സ്ഥിതിയായിരുന്നു. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ഈ സ്ഥിതി കൂടുതൽ വഷളായപ്പോഴത്തേക്കും ഹെലികോപ്റ്റർ സർവീസുകൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതേസമയം തന്നെ വായുസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററുകളിൽ ഇന്നലെ മാത്രം 123 പേരെ രക്ഷപ്പെടുത്തി. ഇതിനോടകം തന്നെ 300-ലധികം ആൾക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഈ ചിനൂക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് മാറ്റി എന്നുള്ളതാണ് ഇന്ത്യൻ എയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ 4 ടൺ ഉപകരണങ്ങൾ, 4 ടണ്ണോളം വരുന്ന ഉപകരണങ്ങളും ഈ ഹെലികോപ്റ്ററുകളിൽ അവിടെ എത്തിക്കാൻ സാധിച്ചു. അവശ്യ സാധനങ്ങളും ഹെലികോപ്റ്റർ വഴി എത്തിക്കുന്നുണ്ട്. നിലവിൽ ഈ ധരാലിയിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ആകെ മാർഗം ഈ ഹെലികോപ്റ്റർ സർവീസുകൾ മാത്രമാണ്. അത് ഇപ്പോൾ ഈ പ്രധാനമായും അവിടെ നിന്നും ആൾക്കാരെ ഇവിടേക്ക് മാറ്റുവാനും അതേപോലെ തന്നെ ഈ രക്ഷാദൗത്യത്തിനായി പോകുന്ന സംഘത്തിനും മാത്രമാണ് ഉപയോഗിക്കുന്നത്. മറ്റ് സാധാരണഗതിയിൽ അവിടേക്ക് മറ്റാരെയും കടത്തിവിടാത്ത ഒരു സാഹചര്യമാണ്. അത് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാകുമെന്നുള്ളതാണ് വിലയിരുത്തുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട്. ദുരന്ത ഭൂമിയിലേക്ക് തൽക്കാലം മാധ്യമങ്ങൾ പോകേണ്ട എന്നുള്ള നിർദ്ദേശം. അതേസമയം തന്നെ അവിടെ ഈ ദുരന്ത മേഖലയിൽ ഇതിനോടകം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ അവിടത്തേക്ക് കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുഷ്കർ സിംഗ് ധാമ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തി. ആ ദുരന്ത ഭൂമിയിൽ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ എത്രയും പെട്ടെന്ന് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ ക്യാബിനറ്റ് യോഗം ഈ ദുരന്ത ഭൂമിയിൽ തന്നെ ചേരുവാൻ വേണ്ടി തീരുമാനിച്ചത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഒരു ക്യാമ്പ് ഓഫീസ് ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ തുറന്നിട്ടുണ്ട്. അവിടെ സാധാരണക്കാർക്കാണേലും ഇതുമായി ബന്ധപ്പെട്ട ഈ ക്രമീകരണങ്ങൾക്കാണേലും ഒക്കെ തന്നെ ഈ ക്യാമ്പ് ഓഫീസ് ഉപകരിക്കുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും മഴ ഇന്നിപ്പോൾ വീണ്ടും രാവിലെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അടുത്ത മണിക്കൂറുകളിൽ നമുക്കറിയാം ഈ
ഈ മേഖലയിലെ ഉത്തരാഖണ്ഡിലെ അല്ലെങ്കിൽ ഈ ഹിമാലയൻ മേഖലകളിലെ ഒന്നും കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയില്ല. പെട്ടെന്ന് വെയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കൂടുതലായി മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഇത് കാരണം തന്നെ രക്ഷാദൗത്യം വളരെ വൈകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല കുറേ കൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു പാലം, കോൺക്രീറ്റ് പാലം പൂർണ്ണമായും ഒലിച്ചു പോയിരുന്നു. ആ കോൺക്രീറ്റ് പാലത്തിന് പകരം അവിടെ സൈന്യത്തിൻ്റെയും BROയുടെയും നേതൃത്വത്തിൽ, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെയും നേതൃത്വത്തിൽ അവിടെ ബെയ്ലി പാലത്തിൻ്റെ പണി പുരോഗമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആ ബെയ്ലി പാലം പൂർത്തിയാകേണ്ടിയിരുന്നായിരുന്നു. അതേസമയം പ്രതികൂല കാലാവസ്ഥ കാരണം അവിടെ ഈ പാലം പണി പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വീണ്ടും ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പകൽ സമയത്ത് കാലാവസ്ഥ അനുകൂലമായാൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സൈന്യം വ്യക്തമാക്കുന്നത്. അതേസമയം മറ്റൊരു പ്രതിസന്ധി, ഈ ബെയ്ലി പാലം കടന്നാലും പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ദൂരം റോഡ് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് എസ് നന്ദഗോപൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട്, കാലാവസ്ഥാപരമായും നിരവധി പ്രശ്നങ്ങൾ. ഇന്നലെ രാത്രി തന്നെ നിരവധി ഇടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഉള്ള പ്രതിസന്ധികൾ രൂക്ഷമാണ്. അവിടെ ശക്തമായ നിലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. 123ഓളം പേരെ അവിടെ നിന്ന് വിവിധ ഇടങ്ങളിൽ ഹെലികോപ്റ്ററുകളിൽ രക്ഷിക്കാൻ സാധിച്ചു. പക്ഷേ കാലാവസ്ഥ മോശമായതുകൊണ്ട് ആ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ പല മേഖലകളിലേക്കും കടന്നു പോകാൻ വേണ്ടി ബെയ്ലി പാലം അടക്കമുള്ള നിർമ്മാണങ്ങൾ പുരോഗമിക്കുകയാണ്. അവിടെ ഉത്തരാഖണ്ഡിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.